കൊട്ടണശ്ശേരി അമ്പലത്തിൽ പ്രണവ് മോഹൻലാൽ എത്തിയെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്ത്? യഥാർത്ഥ താരരാജാവിന്റെ മകൻ പ്രണവ് മോഹൻലാൽ തന്നെയാണോ ആ അമ്പലത്തിൽ എത്തിയത് എന്നൊക്കെ എല്ലാവർക്കും ഒരു സംശയം കാണും. ഇന്ന് അദ്ദേഹത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ചേട്ടന്റെ യഥാർത്ഥ പേരെന്താ? എന്റെ പേര് ജയകൃഷ്ണൻ. ആ ഒരു വൈറലായ വീഡിയോ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. അതെങ്ങനെ അറിഞ്ഞുകൊണ്ട് എടുത്തതാണോ അല്ലെങ്കിൽ അറിയാണ്ട് വന്ന? അല്ല, പിറ്റേ ദിവസം ആണ് എനിക്ക് വേറൊരാൾ അയച്ചു തന്നിട്ടാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. പക്ഷെ ഞാനത് പെട്ടെന്ന് ഞെട്ടിപ്പോയി കണ്ടിട്ട്. ഇപ്പൊ 1 മില്യണിലധികം വ്യൂസ് കിട്ടിയല്ലേ? 1 മില്യൺ. എങ്ങനെ ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാ? ആൾക്കാരുടെ ഭാഗത്തു നിന്ന് എല്ലാവരും നല്ല പ്രതികരണം തന്നെയാണ്. കണ്ടവരെല്ലാരും നല്ല എന്ന് പറയണ്ടേ, നിങ്ങൾ പ്രണവ് മോഹൻലാൽ വൈറലായല്ലോ അമ്പലത്തിൽ പോയിട്ട് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥ സ്വദേശം എവിടെയാ? ശരിക്കും ഞാനിപ്പം നിലവിൽ തായ്നേരിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഇത് പിന്നെ വീട് ചെറുപുഴ അങ്ങോട്ടാണ്. ആക്ടിങ്ങിൽ കമ്പമുണ്ടോ? ആക്ടിങ്ങിൽ കമ്പമുണ്ട്. ഞാൻ പോയിരുന്നു സിനിമയിൽ 2-3 അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവർ ഫേസ് ഇതായതുകൊണ്ട് നമ്മളാ ഇതാക്കുന്നില്ല. യഥാർത്ഥ പ്രണവ് മോഹൻലാൽ ഫാൻ തന്നെയാണോ? ഓ പിന്നെ തീർച്ചയായിട്ടും. അതിനേക്കാൾ കൂടുതൽ മോഹൻലാൽ ഫാൻ ആയിരിക്കും. മോഹൻലാൽ ഫാൻ പറയാനില്ലാത്ത അത് പിന്നെ അതിൻ്റെ അപ്പുറമാണ്. എങ്ങനെയാണ് ഈ ഒരു രൂപമുണ്ടെന്ന് ആരാണ് ആദ്യം പറഞ്ഞത്? അതായത് ഈ രൂപമുണ്ടെന്ന് പറഞ്ഞത് ഈ കൊറോണ വന്ന സമയത്തായിരുന്നു ഞാൻ ഈ ഹെയർ വളർത്താൻ തുടങ്ങിയത്. അന്നേരം ഹെയർ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വളർന്നിട്ടാകുമ്പോൾ പിന്നെ ഒരു തവണ ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ ഇട്ട സമയത്താണ് എല്ലാവരും പറഞ്ഞത് പ്രണവ് മോഹൻലാലിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പ്രണവ് മോഹൻലാലിനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല? നേരിട്ട് കണ്ടിട്ടില്ല. കാണുന്ന ആഗ്രഹമുണ്ട്. ഇതുവരെ സാധിച്ചില്ല. ഓക്കെ, ഇനിയും ചേട്ടന് പ്രണവ് മോഹൻലാലിനെ ഒന്ന് നേരിട്ട് കാണാനും കൂടെ സെൽഫി എടുക്കണം എന്ന് ആഗ്രഹം? ഓ തീർച്ചയായിട്ടും. പിന്നെ അതന്നെ ഒരു ഭാഗ്യം തന്നെയല്ലേ ഒരാളെ പോലെ. എന്തായാലും പ്രണവ് മോഹൻലാലിന്റെ അപരനായ ജയകൃഷ്ണൻ ചേട്ടന് യഥാർത്ഥ പ്രണവ് മോഹൻലാലിനെ കാണാനും ഒന്ന് തൊടാനും ഒന്ന് സെൽഫി എടുക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അഗ്നിവേശ് കുഞ്ഞിമംഗലത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.